ഹലോ, ഇതാരാ? ഫിദമ്മയുടെ എവിടെയാ? ഞാൻ ആരതിയാ. ഫിദമ്മയുടെ ഫോൺ എടുക്കാത്ത? ഫിദമ്മ ഉറങ്ങിയോ? ഫിദമ്മ കുറച്ച് നേരത്തെ ഉറങ്ങി. ഉറങ്ങിക്കിടന്നപ്പോ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. അച്ഛൻ കരുതിക്കുട്ടി പ്രതികാരം തീർക്കല്ലേ? നീയും നിന്റെ മുത്തശ്ശിയും കൂടി ഇത്രയും നാൾ കളിച്ച കളിയൊക്കെ ഞാൻ കണ്ടില്ലേ. ഇനി കുറച്ച് ബുദ്ധിമുട്ടാ അത് കണ്ടു നിൽക്കാൻ. നീ തെളിയിച്ചോ, നീ കേസ് കൊടുത്തോ. കോടതിയിൽ നിന്ന് വിളിപ്പിച്ചാലേ ഞാനും യശോദയും മൊഴി കൊടുക്കാൻ തയ്യാറാ. ഒപ്പം നടന്നവളെ തെരുവിലേക്ക് വലിച്ചെറിയണമെന്ന് പറഞ്ഞപ്പോ മുതല് തേങ്ങുന്നതാണ് ഞങ്ങളുടെ മനസ്സ്. ആ നിന്നോട് ഇനി ക്ഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ സ്വത്ത് ഭാഗിക്കാനുമില്ല, അതിന്റെ പേരിൽ നിനക്കൊരു പരിഗണന തരാനുമില്ല. നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യ്. ദേവട്ടവാ. ദേവ, രാധികയ്ക്ക് വേണ്ടി നീ വാശി പിടിക്കണ്ട. പ്രിയങ്കയുടെ അവകാശം നീ കൊടുത്തേ പറ്റൂ. അപ്പൊ മാറി നിൽക്ക്. മാറി നിൽക്കാനാ പറഞ്ഞത്. പണത്തിന് ബുദ്ധിമുട്ടി നടക്കാന്ന് അറിയാം. അതുണ്ടാക്കാനുള്ള സകല മാർഗം നോക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇനി വഴങ്ങിത്തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി വിഡ്ഢിയാവാൻ എന്നെ കൊണ്ട് വയ്യ. ദേവേട്ടാ, നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ കാണുന്ന. ദൈവത്തിന്റെ സ്ഥാനത്താ. ആ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നല്ലോ ഈശ്വര. തെറ്റ് ചെയ്തു ചിന്തിക്കണ്ട. ദേവേട്ടനെ പ്രകോപിപ്പിക്കാൻ അമ്മ ഓരോന്ന് ചെയ്യുന്നതാ. രാവോ പകലോ കുറച്ചു നേരെങ്കിലും സ്വസ്ഥത കിട്ടുന്നുണ്ടോ നമുക്ക്? ആറ്റുവാശ്ശേരിയുടെ അടിത്തറ മുതൽ ഉത്തരം വരെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ശ്വാസം കിട്ടാതെ പടയാൻ നമ്മൾ രണ്ടുപേരും. അറിയില്ല യശോദേ, കൊല്ലാൻ പോലും പടിയില്ലാത്തവരാ. നമ്മളെ കൊല്ലാൻ തീരുമാനിക്കുമെന്നും അറിയില്ല. ദേവേട്ടാ, വെറുതെ ടെൻഷൻ ആവല്ലേ. ഇതിനപ്പുറത്ത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവര് നമ്മളെങ്ങനെ ശിക്ഷിക്കുന്നത്? ഒരിത്തിരി കരുണ കാണിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും മകൻ രോഗിയാണെന്നും അവന്റെ നെഞ്ചും കൂടി തുന്നി പിടിപ്പിച്ചതാണെന്നും അമ്മയ്ക്ക് നോർത്തൂടെ യശോദേ? കലി ബാധിച്ച മനസ്സിന് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ തളർച്ചയല്ലേ അവരാഗ്രഹിക്കുന്നത്. വീണു പോവല്ലേ ദേവേട്ട. ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ BP ഒന്ന് ചെക്ക് ചെയ്തേക്ക്. മെഡിസിൻസ് അത് തന്നെ ഫോളോ ചെയ്തോ. ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സത്യത്തില് പ്രശ്നം മാനസികമാണ്. തുടർച്ചയായി ഉറങ്ങാതിരുന്നതിന്റെ ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുത്ത് നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. ഉണർന്നതിന് ശേഷം നമുക്ക് കാര്യമായി പരിശോധിച്ച് നോക്കാം. ഡോക്ടർ, ഇനിയിപ്പോ രാത്രി മറ്റോ ഉണരുവോ? നോർമൽ കേസിൽ അതിന് സാധ്യത കുറവാ. പിന്നെ ഉണരുകയാണെങ്കിൽ സിസ്റ്ററിനെ വിവരം അറിയിച്ചാൽ മതി. ശരി ശരി. ഒന്നും പറയണ്ട മോളെ. മനസ്സിലൊരു വിഷമം കയറി കൂടിയ പിന്നെ ഒരു കാരണവശാലും ശ്യാമയ്ക്ക് സ്വസ്ഥത കിട്ടില്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാണെന്നറിയോ? രാധയെക്കുറിച്ചുള്ള ടെൻഷനാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ചെറിയമ്മയുടെ കണ്ടീഷനുള്ള ആർക്കും ഇതൊക്കെ സ്വാഭാവികമാണ്. അത്രയ്ക്കും വലിയ വേദനയല്ലേ അനുഭവിക്കുന്നത്.
പ്രത്യേകിച്ച് രാധികയെ സംരക്ഷിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന തോന്നൽ കൂടെ ആവുമ്പോഴോ? ആ, രാധികയും വരണിനെ അറിയിക്കണ്ടേ? വേണ്ട, തൽക്കാലം നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ ഇവിടെ. ദേ രാധികയെ വിളിക്കുന്നത്. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്യാമയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാ ഉടനെ അവളുടെ കോൾ ഉണ്ടാവും. അമ്മയും മോളും തമ്മിൽ മാനസികമായിട്ട് അത്ര അടുപ്പമാ. ഞാനെടുക്കാം. ഹലോ, ഇതാരാ? ഫിദമ്മയുടെ എവിടെയാ? ഞാൻ ആരതിയാ. ഫിദമ്മയുടെ ഫോൺ എടുക്കാത്ത? ഫിദമ്മ ഉറങ്ങിയോ? ഫിദാമേട കുറച്ച് നേരത്തെ ഉറങ്ങി. ഉറങ്ങിക്കിടന്നപ്പോ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. ഫിദമ്മേടത്തിന് സ്വപ്നം കണ്ടു. ഫിദമ്മേടത്തിന് വയ്യാന്നോരോ പറയുന്ന പോലെ. അതുകൊണ്ടാവുന്നു വിളിച്ചു നോക്കാന്ന് കരുതിയ. ശല്യായോ? അതെന്തിനാ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ഫിദാമേടത്തിനുള്ള ഇഷ്ടം കൊണ്ടല്ലേ? കാര്യം എന്താണെന്നറിയോ? ഫിദാമേടത്തിന് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. 2 ടാബ്ലറ്റ് കഴിച്ചു. അതിന്റെ ചെറിയൊരു സെഡേഷൻ. ഉറങ്ങിപ്പോയി. ഉണരുമ്പോ ഞാൻ എന്തായാലും പറയാം. ആ മതി, വേറൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാ മതി. ചേച്ചി അവിടെ ഉണ്ടെന്ന് കേട്ടാൽ അതൊരു സമാധാനാ. നീ സമാധാനായിട്ട് കിടന്ന് ഉറങ്ങിക്കോ മോളെ. ഫിദാമേടത്തിന് ഒരു കുഴപ്പമില്ല. ഞാനിനി ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടേ കിടക്കുന്നുള്ളൂ. കോൾഡ് മാറണേ, നാളെ നേരം വെളുക്കുമ്പോ അത് ഉണ്ടാവില്ലേ എന്ന്. ഞാൻ പ്രാർത്ഥിച്ചോളാം ചേച്ചി. ചേച്ചി മാഡത്തിനോടൊന്ന് പറയണേ. ആ ശരി. പറഞ്ഞത് സത്യ. ചെറിയമ്മയുടെ തീരെ ചെറിയ കാര്യങ്ങൾ പോലും അവളുടെ മനസ്സിനെ തൊടുന്നുണ്ട്. വല്ലാത്തൊരു യോഗമാണ്. കാത്തു കാത്തിരുന്ന് കൺമുന്നിലുണ്ട്. പക്ഷെ ആരാണെന്ന് പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാ ആരിത് നോക്കിക്കോ. പിന്നെ ശ്യാമയുടെ മനസ്സിനൊരു ദൗർബല്യവും ഉണ്ടാവില്ല. ആർക്ക് ശ്യാമയെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് അതിനുള്ള സാധ്യത തുറക്കുകയും ചെയ്യും. ഇപ്പൊ ചെറിയമ്മ ഉറങ്ങട്ടെ. അല്ലടി മോളെ, ഇപ്പൊ നീ ചെന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ അവരെടുക്കോ? കുറച്ച് ബുദ്ധിമുട്ടാ മുത്തശ്ശി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഏതെങ്കിലും ഒരു സിനിമയിൽ കയറി കൂടണം. കാശ് വേണ്ടേ നമുക്ക്? ദേ, കാശിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഞാൻ എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടുന്നേ. അവിടെ എങ്ങാനും പോയാ എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. നീ തന്നെ നോക്കിക്കൊള്ളണം. അത് ഞാൻ ഏറ്റു മുത്തശ്ശി.